തിരുവനന്തപുരം മേയർ പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി ആർ ശ്രീലേഖ. മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് അവസാന നിമിഷം വാക്കുമാറ്റിയെന്ന് ശ്രീലേഖ തുറന്നടിച്ചു. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെയാണ് വി രാജേഷിന് മേയർ സ്ഥാനം ലഭിച്ചത് എന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖ പറഞ്ഞു. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പോൾ അതിനെ 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് തോന്നുന്നു അപ്പോൾ രാജേഷ് കുറച്ച് ബെറ്ററായിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അതൃപ്തി പരസ്യമാക്കിയതോടെ ശ്രീലേഖ വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും എന്ന ചർച്ച കൂടെ ഉയർന്നിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നാണ് ശ്രീലേഖ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ നീക്കം. അതേ തുടർന്നാണ് അവരിപ്പോൾ അത് നിഷേധം പറഞ്ഞിരിക്കുന്നത്. ഓഫർ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടെ ഹാപ്പിയാണ്. ഇവിടുത്തെ ജനങ്ങളെ സേവനം ചെയ്തുകൊണ്ട് 5 വർഷം തുടരാനാണ് എൻ്റെ തൽക്കാലത്തെ തീരുമാനം. പാർട്ടിയിലെ ഒരു വളരെ അച്ചടക്കമുള്ള പ്രവർത്തകയായിട്ട് ഞാൻ തുടരും. തൃപ്തയാണ്, ഹാപ്പിയാണ്. ഞാൻ ഇവിടെ തന്നെ ഒരു 5 വർഷത്തേക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട് മനസ്സിൽ. വിവരങ്ങളുമായി അർജുൻ രാജ് അവിടെ നിന്ന് ചേരുന്നു. അർജുൻ, ഇതിപ്പോൾ അവരത് സമ്പൂർണ്ണമായിട്ട് തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓഫർ വന്നിട്ടില്ല. ഓഫർ വന്നാലും താൻ മത്സരിക്കാനില്ല, കാരണം തനിക്ക് കോർപ്പറേഷൻ കൗൺസിലറായിട്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ഹാപ്പിയാണ് എന്നവർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ പിന്നീട് പാർട്ടി നിർബന്ധിച്ചുകൊണ്ട് മത്സരിച്ചു എന്ന നിലയിലേക്ക് മാറാറുമുണ്ട്. ഇതിപ്പോൾ വ്യക്തിപരമായിട്ട് അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനം ഈ മേയറാക്കാത്തതിനെ തുടർന്നുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥത, അതൃപ്തി കൂടെ പ്രകടിപ്പിക്കുന്നതായിരിക്കുമോ? എന്താണ് അതിൻ്റെ പിന്നിൽ നമ്മൾ കാണേണ്ടത്? സനീഷ്, ആ അതൃപ്തി തന്നെയാണ് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ആർ ശ്രീലേഖയെ പ്രേരിപ്പിക്കുന്നതെന്ന് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുകയും മേയർ ആകാൻ ഭരണം ലഭിച്ചാൽ മേയർ ആകുമെന്ന് BJP നേതൃത്വം ഉറപ്പു നൽകുകയും ചെയ്തു എന്നുള്ളത് പുറത്തു വന്ന കാര്യമാണ്. അത് ശ്രീലേഖയുടെ ശബ്ദമായി തന്നെ ഇന്ന് നമ്മൾ കേൾക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് മാറ്റുകയും അവിടെ വി രാജേഷും ആശാനാഥും ഉൾപ്പെടെയുള്ള ആളുകൾ കോർപ്പറേഷൻ്റെ ഭരണസമിതിയിലേക്ക് വരുന്നത്. ഇക്കാര്യത്തിൽ പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഇത്രയും കാലം കടുത്ത അതൃപ്തി അവർക്ക് ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. അതാണ് ഏറ്റവും ഒടുവിൽ അവർ കടുത്ത ഭാഷയിൽ തന്നെ ഒരു വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തത്.